ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എപ്പിസോഡ് നമ്പർ 94, ഡേ 93. ഈ അവസാന സമയത്ത് ഇങ്ങനെ ഒരു ട്വിസ്റ്റ് ബിഗ് ബോസിൽ ഉണ്ടാവുമെന്ന് ഞാൻ സത്യത്തിൽ വിചാരിച്ചില്ല. കാര്യം ഇതുവരെ ഒരു ബിഗ് ബോസിലും ഇതുപോലെ എവിക്റ്റ് ആയി പോയ കണ്ടസ്റ്റൻസിന്റെ ഒരു റീ എൻട്രി ഉണ്ടായിട്ടില്ല. പറ്റുമെങ്കിൽ ബിഗ് ബോസ് ഒരു 2 ആഴ്ച കൂടി ഇതങ്ങോട്ട് നീട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ നന്നായിരിക്കും. കാര്യം പലർക്കും ഇപ്പോഴാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ എന്താണ്, അതിനകത്ത് എങ്ങനെയാണ് കോണ്ടന്റ് ജനറേറ്റ് ചെയ്തതെന്ന് മനസ്സിലായത്. നേരത്തെ എവിക്റ്റ് ആയി പോയതിന്റെ പലരുടെയും ഫ്രസ്ട്രേഷൻ നമുക്ക് ഇപ്പൊ ഭയങ്കര വിസിബിൾ ആയിട്ട് കാണാൻ പറ്റും. മുൻഷിയുടെ ആണെങ്കിലും കെവിയുടെ ആണെങ്കിലും സരികയുടെ ആണെങ്കിലും അങ്ങനെ ഓരോരുത്തരുടെ ഫ്രസ്ട്രേഷൻ കൃത്യമായിട്ട് വളരെ എവിഡന്റ് ആയിട്ട് ഇന്നത്തെ ബിഗ് ബോസിനകത്ത് കാണാൻ പറ്റുന്നതാണ്. പല തരത്തിലുള്ള കോണ്ടന്റ് ആണ് ഇന്ന് ഹൗസിനകത്ത് നടന്നത്. ആദ്യം ശാരികയും ശൈത്യം തമ്മിൽ ഉടക്കുന്നു, പിന്നെ ശാരികയും ആദിലയും നൂറയും തമ്മിൽ ഉടക്കുന്നു, റെന വരുന്നു, റെന സരികയുമായിട്ട് ഉടക്കുന്നു, റെന മുൻഷിയുമായിട്ട് അടി ഉണ്ടാക്കുന്നു, അത് കഴിഞ്ഞിട്ട് ജിഷിൻ നെവിനുമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നു, അത് കഴിഞ്ഞ് നമ്മുടെ മസ്താനി വരുന്നു. മസ്താനി വന്നപ്പോഴത്തേക്ക് അവിടെ അടിയൊന്നും ഉണ്ടായില്ലെങ്കിലും അപ്പാനിയുടെ ഭയങ്കര പൊട്ടിത്തെറികൾ അവിടെ കാണാൻ പറ്റി. അപ്പാനിക്ക് ഇതൊരു സംസാരിക്കേണ്ട, അങ്ങനെയാണ് ഇങ്ങനെ അവളെ എനിക്ക് കാണണ്ട, ആ ഒരു രീതിയിലുള്ള ഒരു സംഭവം നടക്കുന്നു. മസ്താനി വന്നിട്ട് കരഞ്ഞ് അവിടെ കഷ്ടങ്ങൾ പറയുന്നു. പിന്നെ ഏറ്റവും അവസാനം ഇല്ല കൊട്ടിക്കലാശം പോലെ അനുമോളും ബിൻസിയും അപ്പാനിയും തമ്മിൽ ഒരു മുട്ടൻ പ്രശ്നം അവിടെ ഉണ്ടാവുകയാണ്. അപ്പാനിയും ബിൻസിയുടെ ആ ഒരു റിലേഷൻഷിപ്പിനെ പറ്റി അനു പറഞ്ഞ ആ ഒരു കാര്യം എടുത്തു വെച്ചിട്ടാണ് ഇവിടെ ചോദ്യം ചോദിക്കുന്നത്. സോ ഇതിനകത്ത് ഏതൊക്കെ പറയാനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിറ്ററലി എന്റെ ഇന്നത്തെ എപ്പിസോഡ് കണ്ടിട്ട് എന്റെ കിളി പറഞ്ഞു, കംപ്ലീറ്റ് കിളിയും പറഞ്ഞു. നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും? ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഒരു ദിവസത്തെ എപ്പിസോഡിനകത്ത് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ഇവരുടെ മുന്നിൽ ഒരു 3 ദിവസമേ ഉള്ളൂ. അപ്പൊ മാക്സിമം ഇതിനകത്ത് വന്നിട്ട് സ്ക്രീൻ സ്പേസ് പിടിച്ചു പറ്റുക, അല്ലെങ്കിൽ ഇവരുടെ ഫ്രസ്ട്രേഷൻ ഇതിനകത്ത് തന്നെ തീർത്തിട്ടങ്ങ് പോവുക. ഇതാണ് ഇവരിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എന്റെ പൊന്നടാവേ എന്തൊക്കെയാ ഇന്ന് കടക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കക്ഷിയുണ്ട്, ആദില. അതാണ്ട് ഈ സാധനം ശൈത്യങ്ങും ഒന്നും അല്ലടാ മോനെ, ശൈത്യങ്ങും ഒന്നുമല്ല, നല്ല ഉഗ്ര വിഷമുള്ള വിഷപ്പാമ്പാണ് ആദില. ഇവള് വെറും ആദിലയല്ല, ആദിലപ്പാലയാണ്. ഇജാതി പാമ്പ് പരിപാടി. ഒരു പോസ്റ്റ് കണ്ടു, ശൈത്യയെ പോലെ ഒരു സുഹൃത്തിനെ ഒരിക്കലും കിട്ടരുത് എന്ന് ആഗ്രഹിക്കുന്നതായിരിക്കും കേരളത്തിലെ 99% ജനങ്ങളും എന്നും പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു ഫോട്ടോ ഇട്ടപ്പോൾ തന്നെ ഒരുപാട് കമന്റ്സും ലൈക്സും ആണ് അതിന്റെ അടിയിൽ തന്നെ വന്നേക്കുന്നത്. 1000കണക്കിന് ലൈക്സും കമന്റ്സും വന്നു. പക്ഷെ ഞാൻ എടുത്തു പറയുന്നു, ശൈത്യയെ പോലെ കിട്ടിയാലും ആദിലെ പോലെ ഒരു ഫ്രണ്ടിനെ എന്റെ പടച്ചോനെ ജീവിതത്തിൽ നിന്നല്ല, നമ്മുടെ ഫ്രണ്ട്സിന്റെ മ്യൂച്വൽ ഫ്രണ്ട്സ് ആയിട്ട് പോലും കണക്കാക്കാൻ പറ്റത്തില്ല. ഒജാതി വിഷം. അയ്യോ പറയാതിരിക്കാൻ വയ്യ. ഈ അനുമോളുടെ കൂടെ ഇരുന്ന് ഈ അപരാധങ്ങളെല്ലാം പടച്ച് വിട്ടിട്ട് എവൾ ഇന്ന് വന്ന് എടുത്ത അടിച്ച ഡയലോഗ് അയ്യോ സമ്മതിച്ചു കൊടുക്കണം കേട്ടോ, സമ്മതിച്ചു കൊടുക്കണം. അപ്പൊ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് ഓരോന്നായിട്ട് നോക്കാം. മിക്കവാറും ഞാനിത് 2 പാർട്ടായിട്ടായിരിക്കും ചെയ്യുന്നത്. കാര്യം ഇത് ഒരു വീഡിയോക്കകത്ത് ഒതുക്കാൻ പറ്റില്ല. അതുകൊണ്ട് കഴിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ശൈത്യ എടുത്ത് തുടക്കുവാണ്. നീ ആർക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത്? നിനക്ക് കിട്ടിയൊന്നും പോരെ എന്നും പറയട്ടെ. അതായത് ശൈത്യ പറയുന്നുണ്ട് എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സിന് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത്. എവളുമാര് 4 എണ്ണം, ഈ പാട്ടാ ഗേൾസും പ്ലസ് ഈ ശൈത്യ ആണെങ്കിലും നൂറയാണെങ്കിലും ആദിലയാണെങ്കിലും അനുമോളാണെങ്കിലും ഒരു കാലത്തും ഒത്തുപോകാത്ത 4 എണ്ണമാണ്. സീരിയസ്ലി ഫേക്ക് ഫ്രണ്ട്ഷിപ്പ്. എന്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഫേക്ക് ഫ്രണ്ട്ഷിപ്പാണ് ഈ ശൈത്യ കനത്ത് കടന്ന് കാട്ടിക്കൊണ്ടിരിക്കുന്നത്. ശാരിക ആദ്യം ടാർഗറ്റ് ചെയ്യുന്നത് ശൈത്യയാണ്. എന്തിനാണ്? ആദിലയ്ക്കും നൂറയ്ക്കും വേണ്ടിയിട്ട് എന്തിനാണ് നീ സംസാരിക്കുന്നത് ചോദിച്ചിട്ട് അവിടെ നിന്നാണ് ശൈത്യ അടിച്ചു തുടങ്ങുന്നത്. ആദ്യം ഒന്നും ഈ അടി എങ്ങോട്ടാണ് പോകുന്നത് എന്നൊരു ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല. അങ്ങനെ പറഞ്ഞ് ശൈത്യയുടെ പ്രൊഫഷനിലേക്ക് കയറി നമ്മുടെ ശാരിക കെവി കയറി പറയുന്നുണ്ട്. അതാണ് അഡ്വക്കേറ്റ്. പക്ഷെ ഇവളെ കൊണ്ടൊരു പെറ്റി കേസ് പോലും തെളിയിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉള്ള കാര്യം പറയാലോ. അഡ്വക്കേറ്റ് എന്നൊരു യോഗ്യതയുണ്ട്. കേബിയോടൊക്കെ പൊളിക്കുക ശൈത്യയെ. സ്വന്തമായിട്ട് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് അതൊന്ന് ആളുകളെ കൺവിൻസ് ചെയ്യുന്ന രീതിയിൽ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ പോലും കഴിവില്ലാത്ത ഈ ശൈത്യ എങ്ങനെയാണോ അഡ്വക്കേറ്റ് ആയെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. 36ാമത്തെ ദിവസം പുറത്തു പോയി ഇത്രയും ഗെയിമും കണ്ട് 2 PR കൊടുത്തു, ഒരുത്തിന് 1.5 ലക്ഷം കൊടുത്തു, എന്നിട്ട് വോട്ട് മറിച്ച് അതിന്റെ അകത്ത് പോയി നാണം കെട്ട് നാറി പുറത്തോട്ട് 36ാമത്തെ ദിവസം വന്ന്, എന്നിട്ട് 93ാമത്തെ ദിവസം ഇതെല്ലാം കണ്ട് പഠിച്ച് എന്തൊക്കെ തെറ്റ് ഇവള് ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി അകത്തോട്ട് ചെന്നിട്ട് എഗെയിൻ ആദ്യത്തിനേക്കാളും നെഗറ്റീവ് ആകണമെങ്കിൽ ശൈത്യയുടെ ബുദ്ധി എത്രമാത്രമാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഇവിടുത്തെ കേസിന് പോകുന്ന ആൾക്കാരുടെ അവസ്ഥ ഞാനൊന്ന് ആലോചിക്കുകയാണ്. ദൈവമേ,
സമ്മതിച്ചു കൊടുക്കും. ഇത്രയും കാര്യങ്ങൾ കണ്ടിട്ട് പോലും അത് കൺവിൻസിങ് ആവാത്ത രീതിയിൽ സ്വന്തമായിട്ട് ആ ഒരു കേസിൽ നിന്ന് നിന്നെ ഒന്ന് വെളുപ്പിച്ചെടുക്കാൻ നിനക്ക് പറ്റിയില്ലല്ലോ. നീ പഴയതിനേക്കാളും നെഗറ്റീവ് അല്ലേ ആയോള്. സൂപ്പറാ മോളെ, നീ സൂപ്പറാ, കിട്ടില്ല, ഒന്നും പറയാനില്ല. അപ്പൊ ശാരിക വന്നിട്ട് അക്ബറിന്റെ അടുത്തൊക്കെ ഇത് പറയുന്നുണ്ട് അകത്തെ പ്രശ്നത്തെ പറ്റി. ശാരിക പറയുന്നുണ്ട് ഇവളുമാര് ഫേക്ക് ആണ്, ഭയങ്കരമായിട്ട് സ്നേഹമൊക്കെ വാരിച്ചൊരിഞ്ഞ് അതിനകത്ത് നിൽക്കുന്നു, ഡ്രാമ കളിച്ച് നിൽക്കുന്നു, അതെനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് ചോദിച്ചു. പക്ഷെ ശാരികയുടെ ടാർഗറ്റ് ശൈത്യല്ല, ശാരികയുടെ ടാർഗറ്റ് ആദിലെ നൂറയുമാണ്. നൂറയായിട്ടൊക്കെ നല്ല രീതിയിലുള്ള പ്രശ്നം ഉണ്ടായിരുന്നു. എപ്പിസോഡിനകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു, നല്ല രീതിയിൽ ഭയങ്കര സംസാരം നടക്കുന്നുണ്ടായിരുന്നു. നൂറ വിചാരിച്ചു അടി ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നതാണ്, ഒരു ഫൺ മൂഡിലാണ് സംഭവം പോകുന്ന രീതിയിലാണ് നൂറയൊക്കെ അവിടെ അടി ഉണ്ടാക്കിയത്. കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നൂറ് നല്ല റേസ് ആവുന്നുണ്ട്. പക്ഷെ ഏറ്റവും അവസാനം ചിരിയിലാണ് അത് നിൽക്കുന്നത്, അടി നിൽക്കുന്നത് ചിരിയിലാണ്. ശൈത്യം നോക്കി, ഇവളാണ് ഇവിടുത്തെ സെക്കൻഡ് ഡ്രാമ ക്യൂർ അല്ല, നമ്മുടെ സ്വന്തം കട്ടപ്പയാണ് നമ്മുടെ ശൈത്യ. കട്ടപ്പയ്ക്ക് ഒരു പര്യായം ശൈത്യ എന്ന് മാത്രമേ എനിക്കിനി പറയാനുള്ളൂ. ആ പേര് ഫിക്സഡ് ആണ് കേട്ടോ. ശൈത്യ സന്തോഷ് എന്നുള്ളത് ഗസറ്റിൽ കൊടുത്ത് ശൈത്യ കട്ടപ്പ എന്നാക്കണമെന്നാണ് ഞങ്ങൾ ഓഡിയൻസിന് പറയാനുള്ളത്. ആ പേര് നീ അങ്ങ് നിനക്ക് മാത്രമുള്ള പേരാണ് ശൈത്യ കട്ടപ്പ. ആരെടുത്തിരുന്നാ പറയുന്നേ? അതിലെടുത്ത് അവൾ എപ്പോഴാണ് നിനക്കിട്ട് കുത്തുന്നത് നീ ആലോചിച്ചു? അനുമോള് കുത്തിയിട്ടുണ്ടെന്നാണ് ഇപ്പൊ ശൈത്യ പറയുന്നത്. പക്ഷെ ശൈത്യ അനുമോൾ അങ്ങനെ കുത്തിയിട്ടില്ല. അനുമോളെ കുത്തിയെന്ന് മസ്താനി വന്ന് പറഞ്ഞപ്പോഴും അനുമോൾ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കട്ട് ചെയ്തതല്ലാതെ ശൈത്യ പുറേന്ന് പോയി കുത്തിയിട്ടില്ല. എവളാണ് ഈ കട്ടപ്പാ കുത്തിനകത്ത് കിടന്ന് കുത്താൻ തുടങ്ങിയത്, എന്നിട്ട് വന്ന് ഡയലോഗ് അടിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് ജിഷിനും പ്രവീണും എല്ലാരും കൂടെ വരികയാണ്. ആർക്കും വലിയ എക്സൈറ്റ്മെന്റ് ഒന്നും ഇല്ല. ആ ഫ്രണ്ട് നിന്ന് ആരായിരുന്നു പോയി കെട്ടിപ്പിടിച്ചത്? ആരാണ്ട് ഒരാൾ പോയി കെട്ടിപ്പിടിക്കണ്ടേ? ഇവിടെ ആരാണോ എന്തോ കെട്ടിപ്പിടിച്ചാണോ? ശരിയല്ല, ആദില പോയിട്ട് പ്രവീണിനെ ഒന്ന് കെട്ടിപ്പിടിച്ചു. വേറെ ആർക്കും വലിയ മറ്റുന്നില്ല, യവന്മാരാണ് ശരി, ഒരു ഇതുമില്ല. പിന്നെ മറ്റേ ജിഷിനൊക്കെ വന്ന് 2 തുള്ളിലൊക്കെ തുള്ളിയപ്പോൾ ഷാനമസ് ആയി, ഇവിടെ എന്തായാലും തുള്ളിയില്ല, എന്നാൽ ഞാനൊന്ന് തുള്ളിയേക്കാന്നും പറഞ്ഞ് തുള്ളിയൊക്കെ വിടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ റെന ആൻഡ് അഭിലാഷ് കയറി വരുന്നത്. റെന നമ്മളെ റിയാക്ട് ചെയ്തൊരു വീഡിയോ ഒക്കെ ചെയ്തായിരുന്നു കേട്ടോ, ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. കുറെ ആൾക്കാർ എനിക്ക് തയ്ച്ചു തന്നു. എനിക്ക് ഒരാൾക്കെതിരെ സംസാരിക്കുമ്പോൾ ഇരുത്തി കൊടുക്കണം, എന്നാലേ എനിക്കൊരു സംതൃപ്തി ആവത്തുള്ളൂ. ഇതിന്റെ എല്ലാത്തിന്റെ ഇടയിൽ കൂടെ എനിക്ക് അതിനുള്ള സമയം കിട്ടിയില്ല. എനിക്കെതിരെ ചെയ്ത വീഡിയോ ഇല്ല, അപ്പൊ പിന്നെ എപ്പോഴെങ്കിലും കൊടുക്കാമല്ലോ. ഞാൻ എന്തായാലും ആ വീഡിയോ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, എപ്പോഴെങ്കിലും ഒരു അവസരം കിട്ടും, അതിനുള്ള മറുപടി ഞാൻ തന്നോളാം. പിന്നെ ഞാൻ പറഞ്ഞ കാര്യം എന്താണെന്ന് എന്റെ ഓഡിയൻസിന് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, അത് റെനയെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അത് ഞാൻ ഇപ്പോഴും ചെയ്യും. ഞാൻ ഈ പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് കേട്ടോണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. ചിലപ്പോൾ റെനയുടെ അക്കൗണ്ടിൽ പോയി നോക്കി കഴിഞ്ഞാൽ അതിനകത്ത് എന്നെ പറ്റി വീഡിയോ എടുപ്പുണ്ട്, അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, വോട്ടെവർ, അതിനുള്ള മറുപടി തരാനുള്ള സമയമില്ല, നമുക്ക് തരാം ഇതിനെപ്പറ്റി സംസാരിക്കും. ഓക്കെ, റെന വന്നപ്പോ തന്നെ സരികയെ ചൊറിച്ചിൽ തുടങ്ങി. 3-ാമത്തെ ആഴ്ചയിൽ എവിക്റ്റ് ആയില്ലയോ എന്ന് പറഞ്ഞിട്ടാണ് സരികയുടെ മെക്കെട്ട് കയറുന്നത്. റെന വന്നപ്പോൾ സരിക എന്തോ മൈൻഡ് ചെയ്തില്ലെന്ന് പറഞ്ഞിട്ട് സരിക പിണങ്ങിയിരിക്കുകയാണ്. അന്നേരമാണ് ഈ ഒരു ടോക്ക് വരുന്നത്. അപ്പോഴാണ് 3-ാമത്തെ ആഴ്ച എവിക്റ്റ് ആയില്ലയോ, അതിന്റെ ഇതാണോ ഫ്രസ്ട്രേഷൻ ആണോ എന്ന് ചോദിച്ചിട്ട് ഇവള് കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു കാര്യം പറഞ്ഞ് ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര മെച്യൂരിറ്റി ഉള്ള കുട്ടിയാണ് കേട്ടോ, നമ്മൾ പറയാൻ പറ്റില്ല. 19 വയസ്സുള്ളെങ്കിലും ഭയങ്കര മെച്യൂരിറ്റിയാണ്. കാര്യം ഭയങ്കര മെച്യൂരിറ്റി ഉള്ള കുട്ടിയാണെന്നാണ് അവള് സ്വയം അവളെ വിശേഷിപ്പിക്കുന്നത്. ഇവിടെ മെച്യൂരിറ്റി എന്താണ് നമ്മൾ ബിഗ് ബോസിനകത്ത് വെച്ച് നമ്മൾ കണ്ടതാണേ. എവിക്റ്റ് ആയി പോകുന്നതിന് അത്ര വലിയ മോശം കാര്യമില്ല. എന്നിട്ട് കുറച്ച് മുമ്പ് നീ തന്നെയല്ലേ നിന്റെ ഭാഗത്ത് പറഞ്ഞു 3-ാമത്തെ ആഴ്ച എവിക്റ്റ് ആയി പോയതിന്റെ വിഷമമാണോ അത് തന്നെ ചോദിച്ച് കളിയാക്കിയിട്ട് അത് തന്നെ വെച്ചിട്ട് തിരിച്ച് അത്ര മോശം കാര്യമല്ലെന്ന്. ഓഹോ, എവിക്റ്റ് ആയി പോയതിനു ശേഷം എന്തെങ്കിലുമൊക്കെ ഒരു ബോധം വന്നു എന്ന് വിചാരിച്ചു. പക്ഷെ ഒന്നിനും ഒരു ബോധം ഇപ്പോഴും വന്നിട്ടില്ലെന്ന് തോന്നുന്നു. വെറുതെ ഇരുന്ന് സരികെ അവിടെ ഇരുന്നിട്ട് ഇവള് കളിയാക്കിയിട്ട് പറയാ സർക്കാസമാണ്. അവർക്ക് ഫീൽ ആയത് ഇവർക്ക് മനസ്സിലായി. എന്നിട്ടും ഒരു തോളെ കൈയിട്ട് 3-ാമത്തെ ആഴ്ച എവിക്റ്റ് ആയി പോയില്ലേ എന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് കളിയാക്കി. എന്നിട്ട് ഏറ്റവും അവസാനം പറഞ്ഞ സർക്കാസമാണെന്ന്. സംഭവം അതൊന്നുമല്ല. ഇവൾ ഈ കളിയാക്കിയ സമയത്തും സരികയുടെ ഉള്ളിൽ വേറൊരു ഐറ്റം കിടപ്പുണ്ട്. സരിക പോകുന്നതിന് മുമ്പ് ആ പോകുന്ന വീക്കില് സരികയുടെ മുഖത്ത് നോക്കി ഇവിടെ ഒരു ഡയലോഗ് അടിച്ചിട്ടുണ്ടായിരുന്നു. സരികയുടെ മകന് ബിഗ് ബോസ് ഹൗസിലോട്ട് ഈ ഫാമിലി വീക്ക് ഒക്കെ ആകുമ്പോഴത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോ റെന പറഞ്ഞെന്ന് പോലും അതിനു മുമ്പ് ചേച്ചി ഇവിടുന്ന് പുറത്തായി പോകുമെന്ന്. അത് സരികയുടെ ഉള്ളിൽ കിടപ്പുണ്ട്. അതുകൊണ്ടാണ് ഇവളെ കണ്ണെടുത്താൽ കണ്ടുവിടാത്ത രീതിയിൽ സരിക അവിടെ നിൽക്കുന്നത്, അല്ലാതെ കെട്ടിപ്പിടിക്കാനുള്ള റീസൺ ഒന്നുമല്ല. ഇതും പറഞ്ഞ് സരിക ചേച്ചിയോടെ മാറിയിരുന്ന് പോകുന്നുണ്ട്. ഇവരൊക്കെ എന്തിനാണോ എന്തോ ബിഗ് ബോസ് ഹൗസിലോട്ട് വന്നത്. ഇപ്പൊ കയറുന്നതിന് പേയ്മെന്റ് കൊടുക്കും, എനിക്ക് അറിയാൻ പാടില്ല. എല്ലാവരും വന്നിട്ടങ്ങ് പട്ടിപ്പണി എടുക്കുന്നുണ്ട് നല്ല രീതിയിൽ. അതോ പെട്ടെന്ന് എവിക്റ്റ് ആയി പോയതിന്റെ ഫ്രസ്ട്രേഷൻ ആണോ എല്ലാവരും വന്നിട്ടങ്ങ് കോണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇന്നലെ കൂടി ഈ സരിക ഇവിടെ നിന്ന് പറയുന്നുണ്ട്, വീട്ടുകാർ തന്നെ കളിയാക്കാണ്, നീ വെറുതെ അതിനകത്ത് കുത്തിയിരിക്കാനാണോ, മോങ്ങാൻ വേണ്ടിയിട്ടാണോ അതിന്റെ അകത്ത്
അകത്തോട്ട് പോയെന്ന് ചോദിച്ചിട്ട് വീട്ടുകാർ കളിയാക്കുന്നു എന്ന് പറഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ അവിടെ ഇരുന്ന് മറ്റേ ഊപ്പര് പെണ്ണ് വന്നിട്ട് ഡയലോഗ് അടിച്ചപ്പോഴത്തേതായിരുന്നു മൂങ്ങുന്നത്. ഇവർക്കൊക്കെ എന്താണ് എന്തോ. ഇത് കഴിഞ്ഞിട്ട് റെന വന്ന് കെട്ടിപ്പിടിച്ച് ഓക്കെ ആ ഒരു പ്രശ്നം കോംപ്ലിമെന്റ് ആക്കി വിടുന്നുണ്ട്. അത് കഴിഞ്ഞ അടുത്ത പ്രശ്നം മുൻഷിയണ്ണന്റെ പ്രശ്നം. മുൻഷിയണ്ണൻ അങ്ങോട്ട് പോയ സൈഡിൽ കൂടെ കണ്ട് പോയപ്പോഴത്തേക്ക് റെന എന്തോ പ്രാങ്കോ പാട്ട് പാടിയോ എന്തോ ഒരു പരിപ്പോടെ പാട്ട് ഇവള് പാടി. അത് മുൻഷിയണ്ണൻ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇങ്ങനെ മുട്ടൻ കോമഡിയാണ് കേട്ടോ. ഈ ഹൗസിലോട്ട് തിരിച്ചു വന്നതിൽ ഏറ്റവും കൂടുതൽ ബിഗ് ബോസ് വന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ പോയതിന്റെ ഫ്രസ്ട്രേഷൻ മൂത്ത് വന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ മുൻഷി. അത് മുഖത്ത് കാണാനുണ്ട്. ഇങ്ങനെ ഇപ്പൊ ഈ കാണിക്കുന്ന ദേഷ്യം പോലും ഭയങ്കര ഫേക്ക് ദേഷ്യമാണ്. ദേഷ്യം എന്ന് അത് കാണുമ്പോഴേ നമുക്ക് അറിയാം ഇത് ഇങ്ങനെ ദേഷ്യപ്പെടാൻ വേണ്ടി ദേഷ്യപ്പെടുകയാണ്. അണ്ണൻ വന്ന് വെറുതെ ഊളയാവുകയാണ്. അണ്ണൻ മനസ്സിലാക്കാതെ എന്ത് ഇത് കാണുന്ന നമുക്ക് തന്നെ മനസ്സിലാവും നിങ്ങൾ വെറുതെ കോണ്ടന്റ് ഉണ്ടാക്കുകയാണെന്ന്. ബിഗ് ബോസ് നിങ്ങൾക്ക് എന്താ വല്ല എക്സ്ട്രാ പൈസയോ വല്ല എന്തെങ്കിലും തന്നിട്ടാണ് അകത്തോട്ടുണ്ട് അകത്ത് പോയി അടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഏതോ ഈ പുള്ളി ആരെങ്കിലും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചാ ഇവിടെ വന്ന് കോണ്ടന്റ് ഉണ്ടാക്കിയ കഴിഞ്ഞ ഫൈനൽ 5 പോയി കേറാന്ന്. അണ്ണ ഒന്നും ഇല്ല, കൂടുതലൊന്നും കിട്ടൂല. ഒരു വട്ടം എവിക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ എവിക്റ്റ് ആയത് ഇനി ഇതിനകത്തോട്ട് കേറ്റൂല. ഇതിപ്പോ 2 ദിവസം കഴിഞ്ഞ് നിങ്ങൾ പറഞ്ഞു വിടും. അണ്ണൻ വെറുതെ ഇങ്ങനെ കോണ്ടന്റ് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ഇതും എനിക്ക് തോന്നുന്നു ഈ റെനയോട് മുൻപുള്ള ഒരു ദേഷ്യത്തിന്റെ പുറത്ത് ഇങ്ങേര് മനഃപൂർവ്വം ദേഷ്യപ്പെട്ടതാണെന്നാണ്. ആദ്യത്തെ ആഴ്ചയിൽ റെന ഇങ്ങനെ കസേര എടുത്ത് ഊക്കി വിടുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. അവിടെ അണ്ണൻ നല്ല രീതിയിൽ നാറിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു പ്രതികാരം തീർച്ചയായിട്ടാണ് എനിക്കത് കണ്ടപ്പോൾ ഫീൽ ചെയ്തത്. മാത്രമല്ല അവളുടെ ഹൗസ് മേറ്റ്സും പറയുന്നുണ്ട് എന്തിനാണ് എന്നെ ഇങ്ങനെ ഇരുന്ന് ഷോ കാണിക്കുന്നത്, ഇത് പ്രാങ്ക് ആണെന്ന് അവര് തന്നെ ചോദിക്കുന്നുണ്ട്. അവര് തന്നെ ഇങ്ങനെ കളിയാക്കി ചിരിക്കുന്നുണ്ട്. നിങ്ങൾക്കിത് ശരിയാവുന്നില്ല, നിങ്ങൾക്കിത് സ്യൂട്ട് ആവുന്നില്ല എന്ന് പറഞ്ഞിട്ട്. എന്ത് തരം മനുഷ്യന്മാരാണ് എന്തോ. ഇന്നൊരു കമന്റ് കണ്ടായിരുന്നു, അകത്തോട്ട് കേറിയമാരെ പുറത്താക്കാൻ വേണ്ടിയിട്ട് ഹോട്ട്സ്റ്റാറിൽ എവിടെയാണ് വോട്ട് ചെയ്യേണ്ടതെന്ന്. കാര്യം ഒരു ദിവസം കൊണ്ട് തന്നെ ആൾക്കാർക്ക് മടുത്ത് ക്യാമറാമാന് പ്രാന്ത് പിടിച്ചു കാട്ടും. കാര്യം എന്ന് പറഞ്ഞാൽ അറ്റേ ടൈമിൽ 3-4 സ്ഥലത്തേക്കാണ് അടി ഉണ്ടാവുന്നത്. ഇവിടെ പിടിക്കണോ, അവിടെ പിടിക്കണം, ഇവിടെ പിടിക്കണം, ഏതൊക്കെ ആംഗിളിൽ ക്യാമറ വെക്കണമെന്ന് അങ്ങേര് തന്നെ കൺഫ്യൂഷനായി. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ മസ്തു അകത്തോട്ട് വരുന്നത്. മസ്തു അകത്തോട്ട് വന്നപ്പോഴേ നമ്മുടെ അപ്പാനി അതാ പോകുന്നു ഞാൻ പറഞ്ഞിട്ട് അപ്പാനി എന്താ പോവാണ്. മസ്തു വന്നപ്പോഴത്തേക്ക് വലിയ തുള്ളലൊന്നും ഇല്ല. മസ്തുവിന് നല്ല രീതിയിൽ കിട്ടി കേട്ടോ. ഈ സീസണിൽ ബിഗ് ബോസിൽ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ സൈബർ ബുള്ളിങ് കിട്ടിയ തെറിവിളി കേട്ട ഒരു കണ്ടസ്റ്റന്റ് വേറെ ഇല്ല. ബാക്കി എല്ലാവരും നെഗറ്റീവ് ആയിട്ടുണ്ടെങ്കിലും അത്യാവശ്യം ഒന്ന് വെളുത്തിട്ടാണ് പുറത്തോട്ടിറങ്ങിയത്. പക്ഷെ മസ്തു അമ്മാതിരി മസ്തു തന്നെ പറയുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ഞാൻ തന്നെ ഒരു പോസ്റ്റ് കണ്ടു, ഒരു തെലുങ്ക് പോസ്റ്റ് കണ്ട്, എന്തോ എവിക്ഷൻകാരും മസ്തുകാരും ചെപ്പണ്ടി ചേഷനെ കുന്നണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ ഒരു സാധനം ഞാൻ കണ്ട്. ഈ മസ്താനി എവിക്റ്റ് ആയി പോകുമ്പോ ആരും കിടന്നിട്ട് മുഖംപിടി വെച്ച് തുള്ളുന്നത് ഇത് കണ്ട ബിഗ് ബോസിൽ എവിക്റ്റ് ആവുന്ന സമയത്ത് അവരിങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ഇത് മറ്റേ തെലുങ്കന്മാര് കൊണ്ടുപോയി റീലാക്കി അവിടെ ഭയങ്കര വൈറല്. മസ്തു പാൻഡിയൻ ലെവലിൽ ഫേമസ് ആയിക്കളഞ്ഞു. കോമഡിയാണ്. മസ്തുവിന്റെ ഇന്റർവ്യൂവിനകത്ത് പറയുന്നുണ്ടായിരുന്നു തെലുങ്കിലും കന്നഡയിലും ഒക്കെയാണ് എനിക്കിപ്പോ തെറിവിളി വരുന്നത്, അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കുമ്പോ തന്തയ്ക്ക് വിളിയാണ്. ആ രീതിയിൽ തെറിവിളി കേട്ട ഒരു കണ്ടസ്റ്റന്റ് ആണ് മസ്താനി. മസ്താനിക്ക് അകത്തോട്ട് വരാൻ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ വന്നപ്പോ തന്നെ ഇല്ല വെള്ളത്തിൽ വേണം അതിനെ കുഞ്ഞിനുണ്ട്, എന്നെ ഇന്ന് പിടിച്ചോ, എന്നെ ആരും ഒന്നും ചെയ്യട്ടെ, പേടിച്ച് വിറച്ച് അത് ഒറ്റയ്ക്കാണ് കേറുന്നത്. അപ്പാനിക്ക് ഭയങ്കര ടെൻഷൻ മസ്താനിയെ കാണുമ്പോ. ഇടയെ ഒരാൾ ഔട്ടായി പോയപ്പോ കൈ മുട്ടി തുള്ളിച്ചാടി. അവ കഴിഞ്ഞപ്പോ അവക്ക് അതിനുള്ള കിട്ടി. അപ്പാനി വന്നിട്ട് പറയാണ് എന്റെ അടുത്ത് ഇങ്ങോട്ട് വന്ന് സംസാരിക്കുമെന്ന് എനിക്കൊരു പേടി. അക്ബർ പറയുന്നുണ്ട് മാനുവായിട്ട് സംസാരിക്കണേ, മാനുവായിട്ട് ഡീൽ ചെയ്യണം. ഇതൊക്കെ പറഞ്ഞ് ഡീൽ ചെയ്ത് വിടേണ്ട കാര്യമാണ്. അതൊക്കെ അതിന്റെ ഗെയിം സ്പിരിറ്റിലങ്ങ് എടുത്തേക്ക് വിട്ടേക്കണം. ഈ അപ്പാനി ഇതൊക്കെ എന്തിനാണ് ഉള്ളോട്ട് എടുക്കുന്നത്? ഇത് ഇയാൾക്ക് ഉള്ളോട്ട് എടുക്കാനെങ്കിൽ മറ്റേ വിൻസിയുടെ കാര്യമുണ്ടല്ലോ, അതങ്ങ് എടുത്താൽ പോരെ. ഇതൊക്കെ ഓക്കെ, അത് ഗെയിമിനകത്ത് അത് കിട്ടി, അത്രയും കിട്ടി. അത് അപ്പാനിക്ക് അറിയാവുന്നതാണ്. ബിഗ് ബോസിന്റെ അകത്തുനിന്നും കിട്ടി, പുറത്തുനിന്നും കിട്ടി. അപ്പൊ അത് വേണമെങ്കിൽ അത് അവിടെ കളയാം, തീർന്നു. ഈ മസ്താനിയുടെ എന്തൊക്കെ പഴയ കാര്യങ്ങൾ കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നു, അത്രയൊന്നും വേറെ ആർക്കും ഇവിടെ കിട്ടിയിട്ടില്ല. ഇത് കഴിഞ്ഞാണ് അടുത്തടി KB വേഴ്സസ് ആദില ആൻഡ് നൂറ. രാവിലെ പൊട്ടിച്ച അടിയുടെ ബാക്കി അനീഷ് വന്നിട്ട് വെസൽ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആദില, നൂറ, ശൈത്യ ഇവരെല്ലാരും വിളിക്കുകയാണ്. ഇവരെന്തായാലും വെസൽ ക്ലീൻ ചെയ്യാൻ കൂട്ടാക്കുന്നത്. അന്നേരം KB ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നൂറ പറയാണ് അതുകൊണ്ട് അവരെ വിളിച്ചോട്ട് പോകാൻ. KBക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. KB അതിനകത്ത് കയറി പിടിക്കും. നീയൊക്കെ ഐഡന്റിറ്റി ഇല്ലാത്തവളുമാരാണെന്നും പറഞ്ഞ് KB അങ്ങോട്ട് തുടങ്ങും. കണ്ടോണ്ടിരിക്കുന്നത് നമുക്കിത് വലിയൊരു പിടുത്തം കിട്ടി. ഇത് എന്തിനാണ് ഇവർ തമ്മിൽ അടി ഉണ്ടാക്കുന്നത്? ഒരു പാത്രം കഴുകുന്നതിനാണ് ഈ ഒരു അടി നടക്കുന്നത്. പക്ഷെ ഇവരെന്തൊക്കെയോ പറയുന്നുണ്ട്, നമുക്കിത് ആദ്യം അങ്ങോട്ട് മനസ്സിലായിട്ടില്ല. പിന്നീട് ആദില ഇരുന്ന് ഷാനവാസിന്റെ അടുത്തും ജിഷിന്റെ അടുത്തും ഈ ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നു.
അന്നേരമാണ് നമ്മൾ തന്നെ മനസ്സിലാക്കുന്നത് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെന്ന്. ലൈവിൽ എവിടെയും ഇങ്ങനെ ഒരു ഐറ്റം ഉണ്ടായിട്ട് ഞാൻ കേട്ടിട്ടില്ല. ലൈവിൽ ഇട്ടിട്ടില്ലെന്ന് തോന്നുന്നു. സീരിയസ്ലി ലൈവിൽ ഈ ഒരു സാധനം വന്നിട്ടില്ല. എന്റെ അറിവിൽ ലൈവിൽ ഇങ്ങനെ ഒരു ഐറ്റമേ വന്നിട്ടില്ല. ഈ ഒരു സബ്ജക്ട് ഇപ്പോഴാണ് കുത്തിപ്പൊങ്ങി വരുന്നത്. ഇപ്പൊ ഇതെങ്ങനെ കുത്തിപ്പൊങ്ങി വന്നതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇപ്പൊ ആദില പറയുന്നത് അനുമോൾക്ക് ശാരികയോട് പ്രണയം എന്ന് ശാരികയ്ക്ക് തോന്നി. ഈ KB കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് പുള്ളിക്കാരത്തിയുടെ ലുക്കൊക്കെ കണ്ടിട്ട് പല പെൺകുട്ടികളും പുള്ളിക്കാരത്തെ വന്ന് പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് KBക്ക് ഒരു ഡൗട്ട്, അനുമോളുടെ അപ്രോച്ച് അത്ര അങ്ങോട്ട് ശരിയല്ല, അനുമോൾക്ക് എന്തോ ഒരു ഇത് ഉണ്ട് എന്ന്. അത് നൂറെ എടുത്തും ആദില എടുത്തും KB വന്ന് പറഞ്ഞു. ഈ കാര്യം ശാരിക വന്ന് ആദില എടുത്ത് പറയുന്ന സമയത്ത് ആദിലയ്ക്ക് നൂറയ്ക്ക് തോന്നിയത് ശാരികയ്ക്ക് അനുമോളോട് ഒരു പ്രണയമുണ്ട്. എങ്ങോട്ടൊക്കെയാണ് ഇത് പോകുന്നത്? ഈ വട്ടം ഇറങ്ങിയതിന്റെ കൂട്ട് കുൽസിതങ്ങള് ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ഇറങ്ങിയിട്ടില്ല. ആണും പെണ്ണും വേറെ വല്ല തസ്തികയുണ്ടോ, വല്ല പട്ടിയോ പൂച്ചയോ ഉണ്ടായിരുന്നു അതുവരെ വേണമെങ്കിൽ ഈ ഒരു കമ്മ്യൂണിറ്റി പെട്ടേനെ. സീരിയസ്ലി അവിടെ ജീവനുള്ള ഏതൊക്കെ ജെൻഡേഴ്സ് ഉണ്ടോ അതിന്റെ അടുത്ത് എല്ലാത്തിനകത്തും ഇല്ല ക്രോസ് മാപ്പ് വെച്ചിട്ട് അടിച്ചിറക്കിയിട്ടുണ്ട്. സോ അന്നേരം ഇവിടെ ആദിലയ്ക്ക് തോന്നി ശാരികയ്ക്ക് അങ്ങ് ഒരു സംഭവം അനുമോളെടുത്ത് തോന്നിയെന്ന്. ഈ കാര്യം ആരും അറിയാതെ ആദിലെ നൂറയും ഡ്രസ്സിംഗ് റൂമിൽ പോയിട്ട് അനുമോളെടുത്ത് വളരെ സീക്രട്ട് ആയിട്ട് ചോദിച്ചു. ഇതൊന്നും നമുക്ക് കാണാൻ പറ്റില്ല, നമ്മളൊന്നും കേട്ടിട്ടില്ല, ലൈവിലൊന്നും ടെലികാസ്റ്റ് ചെയ്തിട്ടില്ലെന്നാണ് എന്റെ വിശ്വാസം. കാര്യം എവിടെയും ഈ ഒരു സാധനം ഞാൻ കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല, ആരും പറയുന്നേ കേട്ടിട്ടില്ല. ഈ ഒരു കാര്യം അനുമോളെടുത്ത് പറഞ്ഞപ്പോ അനുമോളുടെ മറുപടി എന്താന്ന് പറഞ്ഞാൽ അനുമോൾ കയ്യോ അങ്ങനൊന്നും ഇല്ല എന്ന് പറഞ്ഞ് അനുമോൾ സ്ട്രൈറ്റ് ആണ് എന്നാണ് അനുമോൾ പറഞ്ഞത്. അപ്പോ ആദില പറഞ്ഞത് പോലും പുള്ളിക്കാരിക്ക് ഇന്നെങ്കിലും ഒരു സൈഡ് വലി കൊണ്ട് നീ ഒന്ന് സൂക്ഷിച്ചോളാൻ. KB വന്നിട്ട് ഇവരെടുത്ത് പറയുന്നത് അനുമോൾക്ക് ഒരു ഇഷ്ടം ഉള്ളതുപോലെ KBക്ക് തോന്നിയെന്നാണ്. പക്ഷെ അനുമോളിന്റെ അടുത്ത് ആദില പോയി പറയുന്നത് KBക്ക് ഒരു ഇഷ്ടം അനുമോളിന്റെ അടുത്ത് തോന്നി, നീ ഒന്ന് സൂക്ഷിച്ചോ എന്നുള്ള രീതി. എന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോളെ KB റൂട്ടാക്കാൻ നോക്കി എന്നുള്ള ഒരു സാധനമാണ് പറഞ്ഞേക്കുന്നത്. ഇതിനെ ചൊല്ലിയുള്ള തർക്കമാണ് അവിടെ നടന്നത്. KB ആണെങ്കിലും മക്കളൊക്കെ ഉള്ളതല്ലേ, അവരങ്ങനത്തെ ഒരു പരിപാടിക്ക് നിൽക്കുവോ? അവരിങ്ങനെ ബോയ്ക്കട്ടൊക്കെ ചെയ്ത് നടക്കുന്നു പറഞ്ഞാൽ അവര് മറ്റേ ലെസ്ബിയൻ ആണെന്നാണ് ഇവളുമാര് വിചാരിച്ചു വെച്ചേക്കുന്നത്. ഇവളുമാരാണ് കൊള്ളാല്ല, എല്ലാത്തിനകത്തും അനുമോൾ ഉണ്ടെന്നുള്ളതാ. ഉപ്പില്ലാത്ത കഷായം ഇല്ലെന്ന് പറയുന്ന പോലെ അവിടെ എന്ത് അണ്ടകടാഹം ഇമാതിരി വൃത്തികേട്ട സാധനം എടുത്താലും അതിനകത്ത് മെയിൻ ഇൻഗ്രീഡിയൻസ് അറിഞ്ഞോ അറിയാതെയോ അനുമോളായിരിക്കും. അതാണ് അനുമോൾ. എന്തൊക്കെ വൃത്തികേടുകളാണ് ഈ ഒരു സീസണിൽ നടക്കുന്നത്. അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാവാത്തതല്ല, ഈ ഒരു സബ്ജക്ട് പുറത്ത് ചർച്ചാ വിഷയമാകാത്ത ഒരു സബ്ജക്റ്റ് ആണ്. ഇപ്പം ഇത് മെയിൻ എപ്പിസോഡിലും എവിടെയും കാണിച്ചിട്ടില്ല. ഈ KB ഇത് പിന്നെ എങ്ങനെ അറിഞ്ഞിട്ടും എന്തുകൊണ്ട് ഇവർ അന്ന് ഇത് ചോദിച്ചില്ല, അന്ന് ഇതൊരു ചർച്ചാ വിഷയമാക്കിയില്ല, ഇപ്പൊ എന്തുകൊണ്ട് എടുത്ത് ചർച്ചാ വിഷയമാക്കി? സോ അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അവർക്ക് അന്ന് വേണമെങ്കിൽ ഇതൊരു ഇഷ്യൂ ആക്കായിരുന്നു. ഇഷ്യൂ ആക്കാൻ വേണ്ടിയിട്ടുള്ള സാധനം ഉണ്ടായിരുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ അന്ന് കുൽസിതത്തിൽ മുങ്ങി നിൽക്കുന്ന ഒരു ഹൗസ് ആയിരുന്നു. ലാലേട്ടൻ മറ്റേ കുൽസിത കാർഡ് കീറുന്നതിന് മുമ്പുള്ള സംഭവമായിരുന്നു. ഒരു സീരിയസ് ഇഷ്യൂ ആയിരുന്നു. ഇപ്പൊ എല്ലാം കഴിഞ്ഞു, എല്ലാവരും എവിക്റ്റായി പോയി, ലാസ്റ്റ് 7 പേര് മാത്രമായി, ഫൈനലിൽ ഒരു 4 ദിവസം മാത്രം ബാക്കിയുള്ള സമയത്ത് ഇങ്ങനെ വന്ന് ഈ ഒരു സാധനം എടുത്തിട്ടുണ്ട് ആവശ്യം ഉണ്ടായിരുന്നു? നോ ഐഡിയ. ഇതിന്റെ ഇടയിൽ കൂടെ നമ്മുടെ കട്ടപ്പ ശൈത്യ വന്നിട്ട് KB എടുത്ത് പറയുന്നുണ്ട് മൂന്നാമതൊരാളുണ്ട്, അവരെ എടുത്തുകൂടെ ചോദിച്ചിട്ട് വേണം പ്രശ്നം ഉണ്ടാക്കാൻ. അന്നേരം ശാരിക പറയുന്നുണ്ട് മൂന്നാമതൊരാളെ ഞാനിവിടെ നോക്കുന്നില്ല. അന്നേരം ശൈത്യ പറയുന്ന ഡയലോഗ്, ആ വ്യക്തിയാണ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം, ഇവള് വളച്ചൊടിച്ച് വിടുന്നത്. ഇവിടെ ഇഷ്യൂ ആദിലയും നൂറയും KBയും തമ്മിലാണ്. അനുമോളുടെ പേരിലാണ് ഈ ഇഷ്യൂ എങ്കിലും ഇവളുമാരാണ് വളച്ചൊടിച്ച് KB അനുമോളെ വളയ്ക്കാൻ ശ്രമിച്ചു എന്നുള്ള ആ ഒരു നറേഷൻ കൊണ്ടുവന്നത്. അന്നേരവും ശൈത്യ അവിടെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് അനുമോളാണ് ഇതിന്റെ എല്ലാത്തിന്റെയും മൂല കാരണം എന്നുള്ളത് രീതിയിലാണ്. ഇന്നത്തെ കാലത്ത് ആണുങ്ങൾ ആണുങ്ങളെ പോയി കെട്ടിപ്പിടിക്കുമ്പോഴും ആണുങ്ങൾ പെണ്ണുങ്ങളെ കെട്ടിപ്പിടിച്ചാലും പെണ്ണുങ്ങൾ ആണുങ്ങളെ കെട്ടിപ്പിടിച്ചാലും പെണ്ണുങ്ങൾ പെണ്ണുങ്ങളെ കെട്ടിപ്പിടിച്ചാലും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. ഈ KB വന്നപ്പം ആദ്യം ഓടിപ്പോയി കെട്ടിപ്പിടിച്ചത് അനുമോളാണ്. അത് നിങ്ങൾ ഓർക്കണം. എനിക്കറിയാൻ പാടില്ല ഈ അനുമോള് തൊട്ടുന്നതെല്ലാം ഇതുമാതിരി കുരികളാണല്ലോ ചെയ്യുന്നത്. എല്ലാം കൃത്യമായിട്ട് ഇത് എങ്ങനെ ഇതിന്റെ മേളിൽ പോയി വീഴുന്നേക്കും മനസ്സിലാവുന്നില്ല. ഇപ്പൊ അനുമോളിനെ കെട്ടിപ്പിടുത്ത KBക്ക് അത്ര അങ്ങോട്ട് സുഖിച്ചിട്ടില്ല. അതാണ് ഇതിന് എല്ലാത്തിനെയും കാരണം. ഇതേ സാധനം തന്നെയാണ് നെവിന്റെയും ഷാനവാസിന്റെയും കാര്യത്തിലും വന്നത്. ഈ ഒരു കാര്യം KB അനുമോളും തമ്മിൽ സംസാരിച്ച സമയത്ത് ഞാൻ ആൺപിള്ളേരെ മാത്രമേ കല്യാണം കഴിക്കത്തുള്ളൂ എന്ന് അനുമോള് പറഞ്ഞു എന്ന് പറയുന്നു. അവിടെ ആ ഒരു സബ്ജക്ട് തീർന്നതാണ്. പിന്നെ ഇപ്പൊ എന്തിനു ഇത് കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നു? എനിക്കത് മനസ്സിലാവാത്തത്. ഇതൊരു ബിഗ് ബോസ് ടോപ്പിക് പോലും ആയിട്ടില്ല. പിന്നെ ഇതെങ്ങനെ ഇപ്പൊ ഇതൊരു സബ്ജക്റ്റ് ആയി വന്നു എന്ന് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ബിഗ് ബോസിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയ സമയത്ത് ഇതിന്റെ വീഡിയോസ് ഒക്കെ നമ്മൾ കണ്ട് ഓക്കെ ഇങ്ങനെ ഒരു നറേഷൻ പുറത്തുണ്ടായി, ആളുകൾ തെറ്റിദ്ധരിച്ചു. അന്നേരം ഇതൊന്ന് ക്ലാരിറ്റി ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ട് അതിന്റെ അകത്തോട്ട് പോയിട്ട് ഇതിനെപ്പറ്റി സംസാരിക്കാം, ചർച്ച ചെയ്യാം, അതൊരു ക്ലാരിറ്റി വരുത്താം.
പക്ഷെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും പുറത്ത് നടന്നിട്ടില്ല. ഇത് ഡയറക്റ്റ് ഇതൊരു പ്രശ്നമാക്കി ഇവര് തന്നെ അതിന്റെ അകത്ത് സംസാരിച്ച് സോൾവ് ചെയ്ത് വിടുകയാണ്. എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? സീരിയസ്ലി എന്തൊക്കെ? ഈ ആഴ്ച ലാലേട്ടൻ വന്നായിരുന്നെങ്കിൽ ഫൈനൽ വീക്ക് നടന്നത്, പിന്നെ അങ്ങനെ ഇമാതിരി ചോദ്യങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഇതൊക്കെ ചോദിക്കുവാണെങ്കിൽ പുള്ളിക്കാരൻ കണ്ടം വഴി ഓടും. അയ്യോ എന്തൊക്കെ ചോദിക്കും ഈ ആഴ്ച വന്നിട്ട്. സത്യത്തിൽ ബിഗ് ബോസ് ഇപ്പോഴാണൊന്ന് കൊഴുത്തത്. ഉള്ള കാര്യം പറയാലോ, മുക്കിന് അടി പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. ദീപാവലിക്ക് പോലും ഇത്രയും പടക്കം പൊട്ടി കാണത്തില്ല, അത്രയും അടി അതിന്റെ അകത്ത് പൊട്ടുന്നുണ്ട്. ഒരു 2-3 ആഴ്ച കൂടെ നിങ്ങൾ ഈ ഒരു സാധനം ഓടിക്കാൻ പറ്റി കഴിഞ്ഞാൽ നിങ്ങൾ കൊയ്യും, റേറ്റിംഗ് കൊയ്യും. ഞാൻ വിചാരിച്ചില്ല ഈ സത്യം പറയാൻ ഈ ഒരാഴ്ച ഇവര് വന്ന് എല്ലാവരുടെ അടുത്ത് സ്നേഹത്തോടൊക്കെ പെരുമാറിയിട്ട് പോകുമെന്ന് വിചാരിച്ചു. സാധാരണ എല്ലാ സീസണിലും അങ്ങനെയാണ് നടക്കുന്നത്. ഇത് വന്നു കയറിയണം തൊട്ടടി തുടങ്ങിയതാണ്. എന്റെ പൊന്നോ, സഹിക്കാൻ വയ്യ. ഇപ്പോഴായിരിക്കും ബിഗ് ബോസിന്റെ കോർഡിനേറ്റേഴ്സിനൊക്കെ ഒന്ന് സന്തോഷമായത്. അവര് എങ്ങനെങ്കിലും ഇതിന്റെ റേറ്റിംഗ് ഒന്ന് കുത്തിപ്പൊക്കണം എന്ന് വിചാരിച്ചിരുന്ന ടീമാണ്. ഇനി ഇത് കേറിക്കോളും, നല്ല റേറ്റിംഗ് കേറിക്കോളും. പ്രത്യേകിച്ച് ബിൻസി അപ്പാനിയുടെ ഒരു ഇഷ്യൂ കൂടെ ആയപ്പോഴത്തേക്ക് സെറ്റ്, ഒന്നും പറയാനില്ല. ഇത് കഴിഞ്ഞിട്ടാണ് നെവിനും ജിഷനും തമ്മിലുള്ള ഒരു ഇഷ്യൂ. അത് അത്ര ഒരു ക്ലാരിറ്റിയോടെ നമ്മൾക്ക് എപ്പിസോഡിനകത്ത് കാണിച്ചിട്ടില്ല. ലൈവ് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, ഞാൻ കണ്ടില്ല. ഇത് എന്തൊക്കെ കാണും ദൈവമേ. സാധാരണ നമ്മൾ ലൈവ് റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ ഓടിച്ചോടിച്ചങ്ങ് വീടും. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഇടയ്ക്ക് സ്കിപ്പ് ചെയ്യാൻ വേണ്ടി കുറെ കാര്യങ്ങൾ ഉണ്ടാവും. അതിനകത്ത് കോറായിട്ടുള്ള സബ്ജക്ട്സ് മാത്രമേ ഞാൻ ഇരുന്ന് കാണാറുള്ളായിരുന്നു. ഇതൊരു 8 മണിക്കൂർ സാധനം റെക്കോർഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ 8 മണിക്കൂർ ഇത് കാണേണ്ട അവസ്ഥയാണ്. അയ്യോ, ഓടിച്ചു പോകാൻ പറ്റുന്നില്ല. ഓടിച്ചു പോയി കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും സ്കിപ്പായി പോകും. അതുകൊണ്ട് ഈ ഒരു സാധനം ഞാൻ ലൈവിനകത്ത് കണ്ടതേ ഇല്ല. എനിക്ക് മനസ്സിലായത് അവിടെ എന്തോ പൂരിയോ ചപ്പാത്തി എന്തോ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. നെവിനെങ്ങാണ്ട് 10-12 എണ്ണം കഴിച്ചെന്ന് ഈ ജിഷൻ വന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ നെവിനും ജിഷനും തമ്മിൽ എന്തോ ഒരു പ്രശ്നം ഇവിടെ നടന്നു. ജിഷിന്റെ കയ്യിൽ ഇങ്ങനെ ചട്ടുകം തട്ടിയിട്ട് നെവിന്റെ കൈ പൊള്ളി. എന്നിട്ട് ഈ നെവിനെങ്ങാണ്ട് ഒരു പൂരിയോ എന്തോ എടുക്കുന്നുണ്ടായിരുന്നു. ആ പൂരി നെവിൻ തൊട്ടതിന്റെ പേരിൽ ജിഷിൻ അതേപടുത്തി ആ പൂരി എടുത്തോണ്ട് പോയി വേസ്റ്റ് ബിന്നിൽ തട്ടി. അതൊക്കെ ഭയങ്കര മോശം പരിപാടി. ഒരാൾ വന്ന് തൊട്ടതിന്റെ പേരിൽ ആ സാധനം എടുത്ത് അതുപോലെ കൊണ്ടുപോയി വേസ്റ്റ് ബിന്നിൽ തട്ടുന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ തോന്നിയാസം എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല. അങ്ങനെ ഇത് ഭയങ്കര ഒരു ഇഷ്യൂ ആയിരുന്നു അതിന്റെ അകത്ത്. നെവിനിരുന്ന് ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ മുൻഷി ചൊറി എന്ന് പറഞ്ഞ അൾട്രാ പ്രോമാക്സ് ചൊറിയായിട്ടാണ് ഈ വട്ടം കേറി വന്നത്. അണ്ണാ കൂടുതൽ പൈസയോ ബാറ്റയോ ഒന്നും കിട്ടത്തില്ല അണ്ണാ. എന്തിനാണ് വന്ന് ലാസ്റ്റ് സമയത്ത് ഇങ്ങനെ വെറുപ്പ് സമ്പാദിച്ചു കൊടുത്തത്? ഇങ്ങനെ വന്നിട്ട് ഡയലോഗ് അടിക്കുകയാണ്. അവൻ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് തിന്നാൻ പറയാം. അങ്ങനെ ആ മാതിരി ഒരു ഡയലോഗ് അടിക്കും. എന്തെങ്കിലുമൊക്കെ അവന്റെ അടുത്ത് എന്തെങ്കിലുമൊക്കെ വന്ന് ചെയ്യാൻ പറ, വെറുതെ ഇരുന്ന് തിന്നുന്നു എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു ഡയലോഗ് അടിക്കും. ഇത് അക്ബർ അവിടെ നിന്ന് കേട്ടോണ്ടിരിക്കുകയാണ്. അക്ബർ അങ്ങോട്ട് സൂചിക്കത്തില്ല. അതായത് അക്ബർ പറയും, അവനായിരുന്നു ഇത്രയും ദിവസങ്ങളിൽ ഇവിടെ കുക്ക് ചെയ്തുകൊണ്ടിരുന്നത്, 2 നേരം കൃത്യമായിട്ട് അവൻ കുക്ക് ചെയ്തുകൊണ്ടിരുന്നത്, അവൻ ഇവിടെ കൃത്യമായിട്ട് പണിയെടുക്കുന്നുള്ളവനാണ്. അമ്മാതിരി ഡയലോഗ് ഒന്നും അടിക്കേണ്ട, അതൊക്കെ 7-8 മടക്ക് നിങ്ങളുടെ പോക്കറ്റിൽ തന്നെ വെച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അക്ബർ അണ്ണാക്കി തന്നെ കൊടുക്കും. അത് അത്യാവശ്യമാണ്. ഇങ്ങനെ വെറുതെ ഇല്ല ഉറങ്ങി കിടക്കുന്ന പട്ടിയുടെ അണ്ണാക്കി കോലിട്ട് കുത്തിയിട്ട് അതിന്റെ കയ്യിൽ നിന്ന് കടിയും മേടിച്ചവിടെ മാറിയിരിക്കും. വെറുതെ ഇങ്ങനെ അളിയാൻ വേണ്ടിയിട്ട് പൈസ കാലത്ത് ഇങ്ങനെ നടക്കും. എന്തിനു വേണ്ടിയിട്ട് അങ്ങനെ പോകുന്ന? അതിന്റെ അകത്തോട്ട് പോയിട്ട് ഊക്ക് മേടിക്കാൻ വേണ്ടിയാണ് പോയത്. കഴിഞ്ഞ ദിവസം അനുമോൾ ഇരുത്തി ഊക്കുന്ന കണ്ട്, ഇപ്പൊ റെന ഇരുത്തി ഊക്കുന്ന കണ്ട്, ദാണ്ട് അക്ബറിന്റെ വായിൽ ഇരുന്ന് കേട്ട്. നിങ്ങൾ ആരാണ്? ഊക്ക് വണ്ടി വല്ലതാണ്? ഇതെല്ലാം കൂടെ മേടിച്ച് കൂട്ടി ഞാൻ കൊണ്ടുപോകാന്ന് വല്ലതും വിചാരിച്ചിട്ടുണ്ട്? ഇങ്ങനെയുണ്ടോ മനുഷ്യന്മാര്? അയ്യേ, നിങ്ങൾ ഫസ്റ്റ് വീക്ക് പുറത്തു പോയതിന്റെ ഫ്രസ്ട്രേഷനാണ് നിങ്ങൾക്ക്. ഇതെല്ലാം കെട്ട് പാവപ്പിടിച്ച് നെവിൻ അവിടെ ഇരുന്നിട്ട് കരയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതേ സമയം മുൻഷിയാണ് അവിടുത്തെ ഒരു ഡയലോഗ് പരിപാടി, എന്നാലും ഗെയിം കളിക്കാൻ വരുവാണെന്ന്. എന്റെ പൊന്നെണ്ണ, അവർക്ക് 4 ദിവസം കൂടെ എങ്കിലും ഉണ്ടെന്ന് പറയാം. ഈ 4 ദിവസത്തെ ഗെയിം അവിടെ അവർക്ക് കളിക്കാനുള്ള അവകാശം അവിടെ ഉണ്ട്. നിങ്ങൾ എന്തോ ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ എന്തോ കണ്ടിട്ട് അതിന്റെ അകത്ത് വന്ന് ഈ മാതിരി ഗെയിം നിങ്ങൾ കളിക്കുന്നത്. ബിഗ് ബോസ് വല്ലതും വന്നിട്ട് പറഞ്ഞായിരുന്നോ അതിന്റെ അകത്ത് പോയി എന്തെങ്കിലും അടി ഉണ്ടാക്കുക, എന്തെങ്കിലും ബാറ്റ വല്ലതും തരാന്ന്, മണിക്കൂറിന് 200 രൂപ വെച്ച് വല്ലതും തരാന്ന് പറഞ്ഞായിരുന്നു? നിങ്ങൾ എന്തോ കണ്ടിട്ടാണ് അതിന്റെ അകത്ത് പോയി തൊട്ടിപ്പരടി അടിയാ നിൽക്കുന്നത്? നാണമുണ്ടോ? എനിക്ക് മനസ്സിലാവുന്നില്ല. അയ്യേ. ഇത് കഴിഞ്ഞ് മസ്താനി ഭയങ്കര ഗ്ലൂമി ആയിട്ടാണ് ആരുടെ അടുത്തും അധികം ഇങ്ങനെ മിണ്ടുന്നൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ രാത്രി എല്ലാവരുടെ വട്ടം കൂടി ഇരുന്നിട്ട് അനുമോള്, ജിഷിന്, അഭിലാഷ് എല്ലാവരും ഇരുന്നിട്ട് മസ്താനിയുടെ കാര്യങ്ങളൊക്കെ കേൾക്കുവാണ്. മസ്താനി പറയുന്നുണ്ട്, എന്റെ അത്ര അനുമോളെ നീ എന്തായാലും നെഗറ്റീവ് ഒന്നും ആവത്തില്ല. അതൊരു അനുമോള് പറയുന്നുണ്ട്, നിന്റെ അത്രയും നെഗറ്റീവ് ആവത്തില്ല എന്ന് പറഞ്ഞാൽ നിന്നെ പകുതിയെങ്കിലും നെഗറ്റീവ് ആകുമല്ലേ? എന്നിട്ട് അനുമോള് എടുത്തവരുടെ ഡയലോഗ് അടിക്കുന്നുണ്ട്, എന്നെ ആരെങ്കിലും നെഗറ്റീവ് ആക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഞാൻ എപ്പോഴേ പേരെഴുതി വെച്ചിട്ട് ചാവും എന്നുള്ള ഒരു ഡയലോഗ് അടിക്കുന്നു. അനുമോൾ ഇന്ന് 2 വട്ടം ഡയലോഗ് അടിച്ചിട്ടുണ്ട്. ഒന്ന് കോമഡി ആയിട്ടാണ് ഇത് അടിച്ചതെങ്കിലും ഒന്ന് സീരിയസ് ആയിട്ട് അടിച്ചിട്ടുണ്ട്. അത് ഞാൻ പിന്നെ പറയാം. അത് അപ്പാനിയുടെ ഇഷ്യൂ കഴിഞ്ഞതിന് ശേഷം അഭിലാഷിന്റെ അടുത്ത് പറയുന്ന ഒരു ഡയലോഗാണ്. അത് കഴിഞ്ഞിട്ട് മസ്താനി പുള്ളിക്കാരത്തിയുടെ ഓരോ കാര്യങ്ങളൊക്കെ പറയുകയാണ്. പാനന്റെ ലെവലിൽ തെറിവിളി കേട്ട കാര്യവും ഇതെല്ലാം ഇരുന്ന് പറയുകയാണ്.
പാവപ്പെട്ട മസ്താനി പറയാണ്, എനിക്കവിടെ സംസാരിക്കാൻ പോലും ആരും ഉണ്ടായിരുന്നില്ല, കൂടെ നിൽക്കുമെന്ന് പറയുന്ന എല്ലാവരും എന്നെ ഈ ഒരു ഇഷ്യൂ വന്നപ്പോൾ വിട്ടിട്ട് പോയി, ആരും എന്റെ കൂടെ ഉണ്ടായിരുന്നില്ല. എന്നിട്ട് പുള്ളിക്കാരൻ എന്തെങ്കിലും സംസാരിക്കാൻ വേണ്ടി വരുമ്പോൾ തനി സ്വഭാവം ഞാൻ നിന്റെയൊക്കെ ബിഗ് ബോസിൽ കണ്ടതാണ് എന്നുള്ള രീതിയിൽ മസ്താനി അങ്ങ് അടിച്ചാക്ഷേപിച്ചു എന്ന് പറഞ്ഞ് ഭയങ്കര സാഡായിട്ടാണ് മസ്താനി സംസാരിച്ചത്. ഞാൻ വിചാരിച്ചു പാവം മസ്താനി, എനിക്കും തോന്നി സംസാരം കേട്ടോ ഭയങ്കര പാവം തോന്നി. ഈ വന്ന കൂട്ടത്തിൽ ഇച്ചിരിയെങ്കിലും ഒരു മാന്യത കാണിച്ചത് അല്ലെങ്കിൽ ഒരു അനുകമ്പ നമുക്ക് തോന്നിയത് മസ്താനി എടുത്ത് മാത്രമായിരുന്നു ഇന്നത്തെ പ്രൊമോ കാണുന്നത് വരെ. ഇപ്പൊ ഒരു ഡയലോഗ് അടിച്ചില്ലേ, ആരോടെങ്കിലും എന്തെങ്കിലും സംസാരിക്കാൻ വരുമ്പോഴത്തേക്ക് ആൾക്കാർ പറയുന്നത് പോലും നിന്റെ തനി സ്വഭാവം ബിഗ് ബോസിൽ കണ്ടതാണ്. ആക്ച്വലി അത് തന്നെ അവിടെ തനി സ്വഭാവം. നാളത്തെ പ്രൊമോ ഒന്ന് കാണണം. നാളത്തെ പ്രൊമോയ്ക്കകത്ത് എവളും ബിൻസിയും കൂടെ അടി ഉണ്ടാക്കുന്നത്. അതും ബിൻസിയുടെ ചാച്ചന്റെ ഓട്ടോറിക്ഷയൊക്കെ എടുത്തിട്ടാണ് അടി ഉണ്ടാക്കുന്നത്. ചാച്ചന്റെ ഓട്ടോയിൽ എവിക്റ്റായി പോയ കാര്യമൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് ബിൻസി ചോദിക്കുന്നുണ്ട്, നിന്റെ കൂട്ട് നാണം കെട്ട് നാറിയല്ലേ ഞാൻ ഇവിടെ എവിക്റ്റായി പോയെന്ന് പറഞ്ഞ് ബിൻസി തിരിച്ചണ്ണായി കൊടുക്കുന്നുണ്ട് മസ്താനിയുടെ അന്നേരം നമ്മൾ കണ്ടത് ഇൻബിൽട്ട് സാധനമാണ്. ഇവളിനി എത്രയൊക്കെ വിനയം മുഖത്ത് വാരി തേച്ച് വെക്കാൻ ശ്രമിച്ചാലും ഉള്ളിക്കിടക്കുന്ന തൊട്ടിത്തരങ്ങൾ തള്ളി പുറത്തോട്ട് വരും. അതിനകത്ത് ഒരു സംശയമില്ല. പ്രൊമോ കണ്ടപ്പോ മനസ്സിലായി ഇവക്ക് മര്യാദക്ക് അതിന്റെ അകത്ത് വന്ന് ഉടക്കൊന്നും ഉണ്ടാക്കാതെ നന്മയുള്ള ഒരു കുഞ്ഞായിട്ട് വന്നിട്ട് ഇച്ചിരി ശോകം അടിച്ചിട്ട് പോയിരുന്നെങ്കിൽ കുറച്ച് സപ്പോർട്ട് കിട്ടിയേനെ. അതല്ല, ഇത് മാറി, കംപ്ലീറ്റ് സ്റ്റോറി മാറി. ഈ സെയിം ടൈമിൽ അപ്പാനിയും അക്ബറും തമ്മിൽ പൗഡർ റൂമിൽ കോൺവെർസേഷൻ. അത്രക്ക് കൂർണോ എന്തുവാടേ, ഇങ്ങനെയുള്ള പിള്ളേരെക്കാളും കട്ട വന്നല്ലോ. പാനിക്ക് ഇതുവരെ എന്താണ് ബിഗ് ബോസ്, എന്താണ് റിയൽ ലൈഫ് എന്ന് മനസ്സിലായിട്ടില്ല. എനിക്ക് തോന്നുന്നു ബിഗ് ബോസിന് അകത്തോട്ട് വന്നപ്പോൾ പലർക്കും ബിഗ് ബോസ് ഷോ എന്താണെന്ന് വലിയ ധാരണ ഉണ്ടായിരുന്നില്ല. ഔട്ടായി പുറത്തോട്ട് പോയി ആൾക്കാരുടെ ഒപ്പീനിയൻസും വീഡിയോസും ഒക്കെ കണ്ട സമയത്ത് പലർക്കും, ഇപ്പൊ അകത്തോട്ട് കയറി പലർക്കും എന്താണ് ബിഗ് ബോസ് എന്ന് കൃത്യമായിട്ടൊരു ധാരണ വന്നിട്ടുണ്ട്. പക്ഷെ അപ്പാനിക്ക് അന്നും എന്താണ് ബിഗ് ബോസ് എന്ന് മനസ്സിലായിട്ടില്ല, അപ്പാനിക്ക് ഇന്നും എന്താണ് ബിഗ് ബോസ് എന്ന് മനസ്സിലായിട്ടില്ല. ഇതൊക്കെ പറഞ്ഞ് സോൾവ് ചെയ്ത് ഓക്കെ, അത് നിനക്കത് സംഭവിച്ചു, നിനക്ക് അതിന്റെ കിട്ടി, അത് പറഞ്ഞു വിടേണ്ട കാര്യമേ ഉള്ളൂ. ഇത് ഇങ്ങനെ പിന്നെ അത്രക്ക് ഇയാളുടെ സംഭവം ഇയാൾക്ക് ഹിറ്റായത് എന്താണെന്ന് അറിയോ, ഇയാള് വലിയൊരു നടൻ ഔട്ട് ആയപ്പോഴത്തേക്ക് ഒരു പെണ്ണ് വന്ന് കൈയടിച്ച് കളിയാക്കി വിട്ടു. അതാണ് അപ്പാനിക്ക് ഹിറ്റായത്. മനസ്സിലായ? ഇയാള് ഇത്രയും വലിയൊരു ഫേമസ് ആയിട്ട് നിൽക്കുന്ന നടനെ കളിയാക്കി വിട്ടു. അപ്പാനിയുടെ ഡിഗ്നിറ്റി, ഇന്റഗ്രിറ്റി, മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഒക്കെ അവിടെ തകർന്ന് വീണ്. അത് കഴിഞ്ഞിട്ട് കലാഭവൻ സരിക വന്നിട്ട് പറയുന്നുണ്ട് ഇവളും ആര്യനും കൂടെ ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടെന്ന് പുറത്ത്. അതും ഇവനെ വിറ്റ് കാശാക്കി എന്നുള്ള രീതിയിലാണ് ഡയലോഗ് അടിക്കുന്നത്. അത് നാളെ ആര്യം വരുമ്പോഴത്തേക്ക് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പാനി ഇരിക്കുന്നത്. ആര്യൻ എന്ന് പറയുന്ന പുള്ളി ഭയങ്കര ചില്ലായിട്ടുള്ള ഒരുത്തനാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു ബിഗ് ബോസ് സീസണിൽ ഇത്രയും കൂളായിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്ത വേറൊരു വ്യക്തിയില്ല. അവനെ സംബന്ധിച്ച് ഇതൊരു ഗെയിമാണ്. അവൻ ഭയങ്കര സ്പോർട്സ് സ്പിരിറ്റിൽ കാര്യങ്ങൾ എടുക്കുന്നതാണ്. അവന്റെ ഒരു ചാറ്റ് പുറത്തു വന്ന സമയത്ത് തന്നെ അവൻ പറഞ്ഞു ഓക്കെ, അത് ഒന്നുമില്ല, അത് എന്റെ തന്നെ, ഞാൻ തന്നെ ചെയ്തതാണ്, അതിനിപ്പോ എന്താ തെറ്റി. ഭയങ്കര ചില്ലായിട്ടാണ് പറയുന്നത്. അവന്റെ ആ ഡയലോഗിൽ തന്നെ ഓക്കെ, അത്രേ ഉള്ളൂ, അവർക്ക് അത്രേ ഉള്ളൂ, ആ ഒരു ഇതാണ്. അവരെ കുറ്റം പറഞ്ഞവർ അവന്റെ ആ ഒരു ഡയലോഗ് കേൾക്കുമ്പോഴത്തേക്ക് അതിനിപ്പോ എന്താ കുഴപ്പം എന്നുള്ള രീതിയായി. അവൻ അത്രയും ചില്ല ആൻഡ് കൂളായിട്ട് കാര്യങ്ങൾ എടുക്കുന്ന ഒരുത്തനാണ്. അവനെ സംബന്ധിച്ച് ഇതൊരു ഗെയിം ആയിരുന്നു. ഗെയിമിനകത്ത് മസ്താനി അങ്ങനത്തെ ഒരു ആക്ട് അപ്പാനി ഔട്ടായ സമയത്ത് ചെയ്തു, അതിന് തിരിച്ച് അവർ കൊടുത്തു. അത് കഴിഞ്ഞു. ഗെയിം കഴിഞ്ഞപ്പോഴത്തേക്ക് റിയാലിറ്റിയിലോട്ട് വന്നപ്പോഴത്തേക്ക് അതിന്റെ ഒരു ഗ്രഡ്ജും ഒന്നും പിന്നെ വെക്കേണ്ട ഒരു ആവശ്യമില്ല. അത് ആര്യൻ ആ ഒരു ഇന്റർവ്യൂ മസ്താനിയോട്ട് കൊടുത്തതിന് എനിക്കൊരു തെറ്റും തോന്നിയിട്ടില്ല. അതൊക്കെ ഇയാൾ പൊക്കി പിടിച്ചു വെച്ചേക്കാണ്. അതൊക്കെ എനിക്ക് ഹേർട്ടായെന്നും പറഞ്ഞിട്ട് ഇയാൾ ഇത്രയും പേഴ്സണൽ എടുക്കേണ്ട ആവശ്യം എന്താണ്? ഈ അപ്പാനിക്ക് ഇതൊരു ഷോ ആണെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഇതൊക്കെ കേട്ടിട്ട് അക്ബറിനെ അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നത്. ആര്യൻ അങ്ങനെ ചെയ്തു. അന്നേരം കലാപം വന്നിട്ട് പറയുന്നത് ഇവനെ പുറത്ത് പുലിത്തോലും വെച്ചോട്ട് വിറ്റോണ്ടിരിക്കുക. ഇപ്പോഴും അക്ബറും സീരിയസ്ലി ഇവന്റെ കൂട്ട ഈ അപ്പാനിയുടെ വേറൊരു വകവേഗമാണ്. അക്ബറും ഇതിനെ ഭയങ്കരമായിട്ട് ഉള്ളിലോട്ട് എടുക്കുന്ന ഒരുത്തരാണ്. പറയാനുള്ള റീസൺ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് രാത്രിയിൽ ഈ മറ്റേ ബിൻസിയായിട്ടുള്ള ഇഷ്യൂ, ബിൻസി അനുമോള് അപ്പാനിയായിട്ടുള്ള ഇഷ്യൂ എല്ലാം കഴിഞ്ഞ് ഇവന്മാർ രണ്ടുപേരും കൂടെ സ്മോക്കിംഗ് റൂമിൽ പോയിട്ട് ഇന്ന് പറയുന്നുണ്ട് പുറത്ത് ഇതിനെ പറ്റി ആരൊക്കെ എന്തൊക്കെ പറയുന്ന എനിക്കൊന്ന് ഇറങ്ങിയിട്ടൊന്ന് കാണണം, അവന്മാരെയൊക്കെ ഞാൻ പോയിന്ന് കാണുന്നുണ്ട്, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അവന്മാർക്കൊക്കെ ഞാൻ കൊടുക്കുന്നു. ഇയാള് വലിയ ഭീഷണി പോലെയാണ് ഓരോ കാര്യങ്ങൾ പറയുന്നത്. അങ്ങനെ ഈ ഒരു സംഭവത്തിന് ശേഷമാണ് നമ്മുടെ അപ്പാനി ബിൻസി അനുമോളുടെ ആ ഒരു അടി, നമ്മൾ പ്രൊമോയിൽ കണ്ട ആ ഒരു അടി നടക്കുന്നത്. അത് നല്ല വിശദീകരിച്ച് നല്ല വെടിപ്പായിട്ട് പറയാനുണ്ട്. നമുക്കത് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. അപ്പോൾ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്തതിന് ശേഷമാണ് ആ ഒരു വീഡിയോ മിക്കവാറും അപ്ലോഡ് ചെയ്യുന്നത്. സോ എഡിറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഇവിടെ ഇത് കൊടുത്തേക്കാം, ക്ലിക്ക് ചെയ്താൽ മതി. അപ്പൊ ശരി, അടുത്ത വീഡിയോ ആയിട്ട് വരാം.